നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ജനസംഖ്യയിനേക്കാളും അധികമാണ് ആ നാട്ടിലെ പന്നികളുടെ എണ്ണം. ഇതിനാരാണ് കൊല്ലുക? ആരാണ് ഇതിനെ പിടിക്കുക? ഇതിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് എന്താണ്, മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിട്ട ഗതികേട്ടിലേക്ക് ആ ജനങ്ങളെത്തി എന്നുള്ളതാണ്. അതിനു വേണ്ടി പണം മുടക്കാനാളില്ല, അത് ചെയ്യാനാളില്ല. എത്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്തൊരു കഷ്ടമാണ്. ഇതെന്തെങ്കിലും മനസ്സിലാക്കാത്ത ഈ ജനങ്ങൾ, എന്തുകൊണ്ട് ഈ സർക്കാർ, എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് മനസ്സിലാക്കാത്തത്? അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിന് സംവിധാനം കണ്ടെത്തിയിട്ടും കേരളം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് കേരളം ഒറ്റക്കെട്ടായി സമരം നേതൃത്വം നൽകണം. അതിന് CPM നേതൃത്വം നൽകണം. ഭരണപക്ഷമാണോ ഭരണപക്ഷി നേതൃത്വം നൽകണം. പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം ഈ അനന്തു മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരെ പുലി പിടിച്ചപ്പോഴും കടുക് പിടിച്ച് ആന ചവിട്ടിക്കൊന്നപ്പോഴൊന്നും കണ്ടില്ലല്ലോ. എവിടെ സമരം നടത്താത്തത്? എവിടെയാണ്? ഒരു മലയോര ജാഥ നടത്തിയിട്ടാണ് ഞങ്ങൾ വലിയ ആന കടന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ഈ മലയോര ജാഥ മാത്രമാണ് ഈ പറഞ്ഞ 9 വർഷമായിട്ട് കോൺഗ്രസ് നടത്തിയത്. 9 വർഷമായിട്ട് UDF നടത്തിയ ഏക പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഈ 2 മാസം മുന്നേ ഇതേ കേസിന് ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ അവിടെ ഈ ഷോക്കടിച്ച് മരിച്ചല്ലോ. എന്തേ സമരം നടത്താതെ പോയത്? വയനാട്ടിൽ പിന്നെ ഒരു എത്ര മനുഷ്യന്മാരെ കടുവ് പിടിച്ചു വന്നു. എന്തേ സമരം നടത്താതെ പോയത്? എന്തുകൊണ്ട് ഈ 484 പഞ്ചായത്തുകൾ സമരം നടത്തിയില്ല? കോൺഗ്രസ് എന്തേ നേതൃത്വം കൊടുത്തില്ല? ഇതൊന്നും നമ്മൾ പറയും. ഇപ്പം എന്ന് പറയുന്നത് എന്താ അറിയോ? ഞാൻ പറയും, ഇന്ന് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കണമെന്ന് പറ. മത്സരിച്ച് ജയിക്കാൻ എനിക്കോ തന്നെയാണ് പറയാനുള്ളത്.